അള്ളാഹു പറയുന്ന ഭൂമിയിൽ ആദ്യമായി അള്ളാഹു സ്ഥാപിച്ച ഭവനം ഇന്ന അവ്വല ബൈത്തി മുതലില്ല, ജനങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ആദ്യമായി ലോകത്ത് സ്ഥാപിച്ച ഭവനം ലല്ലദീ ബിമക്കത മുബാറക, അത് വിശുദ്ധ മക്കയിലുള്ള മക്ക എന്ന് പറയുന്ന മക്കയിലുള്ള വിശുദ്ധ ഹറം ഷരീഫാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അത് മുബാറക്കാണ്. ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഫضലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞിട്ടുണ്ട്. മുബാറക്കൻ, ബറക്കത്ത് ചെയ്യപ്പെട്ടതാണ്. എന്തേ ബറക്കത്ത് ചെയ്യപ്പെട്ടത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ ഭൂമിയാണ്, ഇറങ്ങാനുള്ള ഭൂമിയാണ്. ലോകത്ത് ഒരുപാട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഒരുപാട് അനേകം പ്രവാചകന്മാര് വന്നിട്ടുള്ള, അവരുടെ പാദസ്പർശമേറ്റിട്ടുള്ള പല പ്രവാചകന്മാരും അന്തിയുറങ്ങുന്ന വിശുദ്ധ ഭൂമിയാണ് വിശുദ്ധ ഹറം ഷരീഫ്, കഅബയും അതിന്റെ പരിസരവും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഒരു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല വഹുദൻ ലിൽ ആലമീൻ, അത് ലോകർക്ക് മുഴുവനും അത് ഹാദിയാണ്, സന്മാർഗ ദർശനം ചെയ്യുന്നതാണ്. അങ്ങോട്ട് വന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ആ ഭൂമിയെക്കുറിച്ച് പഠിച്ചാൽ, കഅബത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മനുഷ്യർ സത്യം എന്ത് എന്ന് മനുഷ്യർക്ക് അതിനെക്കുറിച്ച് സത്യം എന്ത് എന്ന് മനുഷ്യർക്ക് കണ്ടെത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഫീഹി ആയാത്തും ബയ്യനാത്തും മഖാമു ഇബ്രാഹിം, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. വർഷം തോറും ഹജ്ജുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഖാം ഇബ്രാഹിം അതിൽപ്പെട്ടതാണ്, ഹജറുൽ അസ്വദ് അതിലുണ്ട്, റുക്നുൽ യമാനി അതിലുണ്ട്. ഇങ്ങനെ അങ്ങ് തുടങ്ങി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. സംസം അതിലുണ്ട്, സഫയുണ്ട്, മർവയുണ്ട്, അതിന്റെ ഇടയിലുള്ള പ്രത്യേകം സഞ്ചാര സ്ഥലങ്ങളുണ്ട്, അതിന്റെ പ്രത്യേകതകളുണ്ട് എന്നിങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഫീഹി ആയാത്തും ബയ്യനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനൻ ലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ചരിത്രങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നില്ല, സമയം ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അവസാനം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്നിട്ട് അല്ലാഹു പറയാണ് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ളവർ അവിടെ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ഭാഗ്യങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വലിയ അനുഗ്രഹമാണ് അവന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുന്നില്ല. കഴിവുള്ള ആളുകൾ കഅബത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യണം. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ ജിദ്ദയിൽ നിന്ന് പോകുന്ന ഹാജിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നാം ചർച്ച ചെയ്യുന്നത്. ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു ഹജ്ജ്, അതിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യൽ പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, ഹജ്ജിന് ഇവിടുന്ന് പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചുള്ള ഹജ്ജ് തന്നെ നമുക്കിന്ന് പറഞ്ഞു തീർക്കാൻ സാധ്യവുമല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ട മസ്തലകൾ സാധാരണക്കാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതുമായി സംശയങ്ങൾ തോന്നുന്നത് ചോദിക്കാവുന്നതും ഇൻഷാ അല്ലാഹ് അറിയുന്നതിന് മറുപടി പറയുന്നതുമാണെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാന്മാരായ ഇമാമുകൾ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ ആളുകൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ എവിടെ നിന്നാണെങ്കിലും ഒരുപാട് ആദാബുകൾ അവൻ കരുതിയിരിക്കണം, ഒരുപാട് ആദാബുകൾ അവൻ അറിഞ്ഞിരിക്കണം എന്ന് ആദ്യമായി കൊണ്ട് തന്നെ അവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച്, ഒരുപാട് അദബുകളുണ്ട്. വിശാലമായ രൂപത്തിൽ നമ്മത് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് എഴുതിയിട്ടുള്ള അൽ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജ് പുസ്തകം, അത് നമുക്ക് വാങ്ങിക്കേണ്ടതും വായിക്കേണ്ടതുമാണെന്ന് എന്റെ സാധാരണക്കാരായ സുഹൃത്തുക്കളെ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട്, ഖൈറിന്റെ അഹ്ലികാരോട് മുശാവറ നടത്തണം. എന്താണ് എന്റെ ഹജ്ജിന് ഞാനിങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു മുശാവറ നടത്തല് ഹജ്ജിന് പോകുന്ന ആൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, ഒരു അദബാണ്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേത്, അതിന് പോകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ തൗബ ചെയ്തിരിക്കണം. ഒരുപാട് അദബുകളുണ്ട്, പ്രധാനപ്പെട്ട മാത്രമാണ് ഞാൻ. തൗബ ചെയ്തിരിക്കണം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്.
തൗബ എന്ന് പറഞ്ഞാൽ പല സന്ദർഭത്തിൽ നാം സംസാരിച്ചതാണ്. ഇവിടെ വെച്ചുകൊണ്ട് വിശാലമായി സംസാരിക്കാൻ സമയമില്ല. എല്ലാ വിധേനയുള്ള ഹക്ക് ഇടപാടുകളിൽ നിന്ന് ബന്ധപ്പെട്ട് ഒഴിവായി തൗബക്ക് ഷർത്തുകൾ 4 ഷർത്തുകളാണുള്ളത്, നിബന്ധനകളാണുള്ളത്. മനുഷ്യൻ ചെയ്ത പാപം അല്ലാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള പാപങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലാഹുവിന്റെ മനുഷ്യരുടെയും അബദുകളുടെയും അടിമകളുടെയും ഇടയിലുള്ള ദോഷമുണ്ടായിരിക്കാം. ഈ ദോഷത്തിൽ നിന്നൊക്കെ മുക്തമായി ഒരിക്കലും അവൻ ചെയ്യുന്ന ദോഷത്തിൽ നിന്ന് പിന്മാറി ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങയില്ലെന്ന് ഉറപ്പിച്ച് ചെയ്ത ദോഷത്തിന്റെ മേലിൽ വളരെ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഇതാണ് തൗബക്കുള്ള പ്രധാനപ്പെട്ട 3 ഷർത്തുകൾ. അത് അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിലാകുമ്പോൾ. ഇനി അത് അടിമയുടെയും ഇടയിലാകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഹക്കടപാടുകളൊക്കെ കൊടുത്തിരിക്കണം. ക്യാഷായിട്ട് കൊടുക്കാനുള്ളത് അത് കൊടുത്തിരിക്കണം. ഈബത്ത് ഹനീമത്ത് എന്തെങ്കിലും ഓരോരുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം. ഞാൻ ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാണ്ട് വെറുതാണ്ട് കാശ് മുടക്കിയിട്ട് ഇവിടുന്നാണ്ട് പോയാൽ അല്ലെങ്കിൽ തവക്കൽ ഗ്രൂപ്പ് ചെയ്താണ്ട് പോയതുകൊണ്ട് അതെന്താവില്ല, ഹജ്ജ് പരിപൂർണ ഹജ്ജാവില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഹജ്ജ് ഒരാൾ യഥാർത്ഥ ഹജ്ജ് ചെയ്താൽ അവൻ അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ എല്ലാ ചെറുദോഷത്തിൽ നിന്നും കഴുകി മുക്തനാക്കപ്പെട്ടുകൊണ്ട് അവൻ പുറത്തു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. മബ്റൂറായ സ്വീകാര്യയോഗ്യമായ ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർഗമാണ് അതിന്റെ പ്രതിഫലമെന്ന് അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഒരുപാട് ഫദ്ലുകൾ മബ്റൂറായ ഹജ്ജിന്റെ ഫളായിലുകളിൽ കാണാം. പക്ഷെ ആ ഹജ്ജും ഉംറയ്ക്ക് ആവണമെങ്കിൽ എന്ത് വേണം? ഈ നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പോ തൗബ നാം ചെയ്തിരിക്കണം. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. മാതാപിതാക്കളെ അതുപോലെ നമ്മളുമായി ഹക്കടപാടുള്ള ബന്ധപ്പെട്ട ആളുകളെ, പൊരുത്തപ്പെടിക്കേണ്ട ആളുകളെ അവരെ നാം തൃപ്തിപ്പെടുത്തണം. അവർക്കൊക്കെ വിളിച്ചിട്ട് അവരുടെ പൊരുത്തങ്ങൾ വാങ്ങിയിരിക്കണം. അതൊക്കെ അതിന്റെ കണ്ടതാണ്. അതുപോലെ തന്നെ അവന്റെ ഭക്ഷണം ഹജ്ജിനും സ്ത്രീനായാലും അല്ലാത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത് അത് ഹലാലായ സമ്പത്തായിരിക്കണം. ആരുടെയെങ്കിലും കൊള്ളയടിച്ചതോ വെട്ടെടുത്തതോ ആരെങ്കിലും പറ്റിച്ചിട്ടോ ഏതെങ്കിലും രൂപത്തിലൂടെ നാം ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് സമ്പാദിച്ചുകൊണ്ട് ആ ഹജ്ജ് കൊണ്ട് അതുകൊണ്ട് ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് എന്താവുകയില്ല, മബ്റൂറാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടുതൽ തർക്കങ്ങളോ വാഗാതങ്ങളോ ഉണ്ടാക്കാതെ, കൂടുതൽ പേച്ചിൽ നടത്താതെ ഇത് വാങ്ങിക്കുക എന്നുള്ള അതിന്റെ ഒരു അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ മർമ്മപ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന മനുഷ്യൻ അതിന്റെ കൈഫിയത്ത് പഠിച്ചിരിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞത് കാണാം. ചില മനുഷ്യന്മാര് അവരുടെ ധാരണ ഉണ്ട്, എങ്ങനെയെങ്കിലും കണ്ടുപോയിട്ട് ഞാൻ പറയില്ല, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഏതെങ്കിലും രൂപത്തിൽ അങ്ങോട്ട് പോയിട്ട് അവനത് ചെയ്ത് ഇങ്ങോട്ട് പോന്നാൽ ഹജ്ജ് കിട്ടി എന്നാണ് അവന്റെ ധാരണ. പക്ഷേ അങ്ങനെ ധരിച്ചുകൊണ്ട് ഒരു ഇബാദത്ത്, ഏതൊരു ഇബാദത്തായാലും ആ ഇബാദത്തിന് പോകുന്നത് വളരെ മോശപ്പെട്ട പഴവാണ്, ഹത്താണ്. അവനതിനെ കുറിച്ച് പഠിച്ചിരിക്കണമെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ ആയതിന് ഷറഹായിക്കൊണ്ട് മറ്റുള്ള ഇമാമുകളൊക്കെ ഏതൊരു വിജ്ഞാനം പഠിക്കുമ്പോഴും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആ അമലിനെ കുറിച്ചിട്ട് അറിഞ്ഞ് പഠിച്ചിട്ടായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ആ അമൽ ചെയ്യുന്നത് കൊണ്ട് അവൻ കുറ്റക്കാരനായി മാറും എന്നുവരെ മഹാന്മാരായ ഫുഖാക്കൾ നമ്മോട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഒരു അമലിന് പോകുമ്പോൾ ആ അമലിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. അതുമായി അറിവുള്ള ആളുകളുടെ കൂടെയായിരിക്കണം. മറ്റൊരു അതവ് പറഞ്ഞത് അവന്റെ മൊറാഫത്ത്, അവന്റെ കൂടെ പോകുന്ന യാത്ര ചെയ്യുന്ന ആള് ഖൈറിന്റെയും സലാഹിയത്തിന്റെയും ആലിമീങ്ങളുടെയും കൂടെയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ എങ്ങനെ ഒരു ഹജ്ജ് ഗ്രൂപ്പ് സാധാരണഗതിയിൽ നമ്മളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ വല്ലതും പറയും അത് മർഹബാറ്റ് ഗ്രൂപ്പ് കാശുണ്ടാക്കാൻ നടത്തുക. അത് മാത്രമല്ല, നമ്മൾ കാശ് നമുക്ക് വേണ്ടെന്നതിന് അർത്ഥമില്ല. നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഹജ്ജിന്റെ അഴിമാലുകൾ അവസരോചിതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ അമലുകൾ സഹീഹാക്കുക. ഇതാണ് നമ്മുടെ മർമ്മപ്രധാനമായ കാര്യം, മർമ്മപ്രധാനമായ ലക്ഷ്യം നമ്മുടേത് അതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പുറപ്പെടുന്ന മനുഷ്യൻ എപ്പോഴും അവൻ തെരഞ്ഞെടുക്കുന്നത് സലാഹിന്റെയും ഖൈറിന്റെയും അധികാരം കൂടെയായിരിക്കണം. ഇങ്ങനെ ഒരുപാട്
നിബന്ധനകള്, ഒരുപാട് ആദാബുകൾ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ ആദ്യത്തിൽ നമ്മോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ പുസ്തകത്തിൽ അതുണ്ടാകും. അത് എടുത്ത് വാങ്ങിച്ച് എല്ലാവരും വായിച്ച് പഠിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഹജ്ജ് ഉംറ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹജ്ജും ഉംറയും നിർബന്ധമാക്കൂ. ഹജ്ജായാലും ഉംറയായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അവനിക്ക് അത് നിർബന്ധമാകും. പിന്നീട് നിർബന്ധമാകണമെങ്കിൽ അവൻ അതിനെ നേർച്ചയാക്കണം. നേർച്ചയാക്കുന്നതിന് എല്ലാ വിഷയവും നേർച്ചയാക്കിയാൽ നിർബന്ധമാകുന്നത് പോലെ ഹജ്ജോ ഉംറയോ ഒരാൾ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നമ്മുടെ ഇസ്ലാമികമായ കാര്യങ്ങളിൽപ്പെട്ടവർ എന്ന രൂപത്തിൽ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു മനുഷ്യർക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാകുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്മാര് പല രൂപത്തിലാണ് മഹാന്മാരായ ഫുഖഹാക്കൾ, പണ്ഡിതന്മാര് മനുഷ്യന്മാരെ വിഭജിച്ചിട്ടുള്ളത്. ചില ആളുകൾ അവർക്ക് ഹജ്ജ് അവന് വേണ്ടി ഹജ്ജ് സഹീഹാവും. 4 രൂപത്തിലാണ് മനുഷ്യന്മാരെ ഫുഖഹാക്കൾ വിധിച്ചിട്ടുള്ളത്. ഒന്ന് കിസ്മു യസ്ഹു ലഹുൽ ഹജ്ജു, അവന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹാവും. മറ്റൊന്ന് കിസ്മു യസ്ഹു മിൻഹുൽ മുബാശറത്തു, അവൻ ഹജ്ജ് നേരിട്ട് ചെയ്താൽ ഹജ്ജ് സഹീഹാവും. മറ്റൊന്ന് കിസ്മുൻ യഖഉ ലഹു അൻ നജ്ഫിൽ ഇസ്ലാം, അവനക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അവന്റെ ഇസ്ലാം നിർബന്ധമാക്കിയ ഹജ്ജ് അവനെ തൊട്ട് വീടും. മറ്റൊന്ന് കിസ്മുൻ യജിബു അലൈഹി, അവന്റെ മേലിൽ ഹജ്ജ് നിർബന്ധമാവും. അങ്ങനത്തെ ഒരു വിഭാഗം. ഇങ്ങനെ 4 വിഭാഗമാണ് മൊത്തത്തിൽ മനുഷ്യരുള്ളത്. ഒന്നാമത്തേത് വെറും ഒരു ഇസ്ലാം മുസ്ലിമായ മനുഷ്യൻ, അവനിക്ക് വേണ്ടി ആര് ഹജ്ജ് ചെയ്താലും ആ ഹജ്ജ് സഹിയാവും. അപ്പൊ കാഫിറിന്റെ ഹജ്ജ് എന്തല്ല, ഒരിക്കലും സഹിയാവുകയില്ല. കാരണം അതിൽ ഇസ്ലാമാണ് ഷർത്ത്. അതുപോലെ തന്നെ തക്ലീഫ് നിർബന്ധമില്ല. ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ ഭ്രാന്തന്മാര്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഔലിയാക്കൾ, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹാവും. മറ്റൊരു വിഭാഗം ഹജ്ജ് നേരിട്ടവർ ചെയ്താൽ ഹജ്ജ് സഹീഹാവും. അങ്ങനത്തെ വിഭാഗം അവർക്ക് ഇസ്ലാമും തമയ്യിസും വകതിരിവുണ്ടായിരിക്കണം. മുസ്ലിമായിരിക്കണം, അതോടൊപ്പം വകതിരിവുണ്ടായിരിക്കണം. അപ്പോ ഭ്രാന്തനോ വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളോ നേരിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ, അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ആ ഹജ്ജ് എന്തല്ല, സഹീഹല്ല. വകതിരിവില്ലാത്ത ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ഭ്രാന്തന്മാർ, അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ നമ്മൾ ഹജ്ജ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചാല് പ്രത്യേകം മനസ്സിലാക്കിയ ചെറിയ കുട്ടികളുള്ള ആളുകളൊക്കെ പലരും അങ്ങനെ പല തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ആ ഹജ്ജ് എന്തല്ല, സഹീഹാവുകയില്ല. മറ്റൊരു വിഭാഗം ഹജ്ജത്തിൽ അവനെ തൊട്ട് ഹജ്ജ് ചെയ്താൽ അവന് ഹജ്ജ് നിർബന്ധമില്ല. പക്ഷേ അവനെ തൊട്ട് അവൻ ഹജ്ജ് ചെയ്താൽ ഇസ്ലാമികമായി നിർബന്ധമായ ഹജ്ജ് അവനിൽ നിന്ന് കൂടും. അങ്ങനത്തെ ഒരാള്, അതിന്റെ നിബന്ധന 4. മുസ്ലിമായിരിക്കണം, വിവേകമുണ്ടായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, പ്രായപൂർത്തിയെത്തിയിരിക്കണം. ഇങ്ങനത്തെ ഒരാള് ഹജ്ജ് ചെയ്താൽ അവനിക്ക് ഏതെങ്കിലും രൂപത്തിൽ അവൻ ഹജ്ജ് ചെയ്തെന്ന് നോക്കുക. അങ്ങനെ ഹജ്ജ് ചെയ്താൽ, ഈ നിബന്ധനകളൊക്കെ ഒരാളെ ഹജ്ജ് ചെയ്താൽ അവൻ എന്ത് ചെയ്തു, ഫർളായ ഹജ്ജ് അവനെ തൊട്ട് കിട്ടി. മറ്റൊരാള് നമ്മൾ പറഞ്ഞത് ഹജ്ജ് നിർബന്ധമാകുന്ന വ്യക്തി. ഇവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുക? അതിന് 5 നിബന്ധനകൾ ഒക്കണം. 5 ഷർത്തുകൾ ഉണ്ടാവുമ്പോഴേ ഹജ്ജ് നിർബന്ധമാവുള്ളൂ. ഒന്ന് ഇസ്ലാം, മറ്റൊന്ന് പ്രായപൂർത്തി, മൂന്നാമത്തേത് ബുദ്ധി, മറ്റൊന്ന് സ്വതന്ത്രൻ, 5ാമത്തേത് ഇത്താഅത്ത് കഴിവ്. ഈ 5 നിബന്ധന ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യനിക്ക് ഹജ്ജ് നിർബന്ധമാവൽ. അപ്പൊ ഇസ്ലാമായിരിക്കണം, മുസ്ലിമായിരിക്കണം, കാഫിറിന് ഹജ്ജ് നിർബന്ധമില്ല. ഗുരുവായിരിക്കണം, പ്രായപൂർത്തി എത്തിയിരിക്കണം. മുസ്ലിമാണ്, പക്ഷെ പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്, ഹജ്ജ് നിർബന്ധമില്ല. 3ാമത്തെ നിബന്ധന അഖിൽ വേണം, ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിയില്ലാത്ത ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമില്ല. വിജയത്ത് വേണം, സ്വതന്ത്രനായിരിക്കണം, അപ്പോൾ അലിമക്ക് ഹജ്ജ് നിർബന്ധമില്ല. 5ാമത്തെ നിബന്ധന ഇസ്തിതാഅത്ത് കഴിവുണ്ടായിരിക്കണം. മനിസ്തതാഅ ഇലൈഹി സബീല, അതാണ് നമ്മൾ ചെറുപ്പത്തിൽ പറയുന്നത്. തടിയാലും വഴിയാലും മുതലാലും ഈ എല്ലാ രൂപങ്ങളിലും കഴിവുണ്ടാവണം. കഴിവുണ്ടാവുമ്പോഴേ